ഈ തട്ടിപ്പിൽ അനന്തു കൃഷ്ണന് പിന്നിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട് എന്ന സംശയത്തിലാണ് പോലീസ്. അനന്തുവിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ തേടിയുള്ള അന്വേഷണം പോലീസ് കുറെ കൂടി ഊർജിതമാക്കി. അനന്തു കൃഷ്ണന് CSR ഫണ്ട് ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. ആദ്യം കേന്ദ്ര സർക്കാർ സബ്സിഡി പദ്ധതികൾ വഴി തട്ടിപ്പ് നടത്താനായിരുന്നു അനന്തു കൃഷ്ണൻ ഉദ്ദേശിച്ചത്. നടക്കാതെ വന്നതോടെ പ്ലാൻ ബിയുമായി രംഗത്തെത്തി. അതാണ് CSR തട്ടിപ്പ്. CSR തുക ആവശ്യപ്പെട്ട് 200 കമ്പനികൾക്ക് കത്തയച്ചെങ്കിലും ഒരു മറുപടി പോലും ലഭിച്ചില്ല. ഇതിനു പിന്നാലെയാണ് NGOകളെ കരുവാക്കി ആളുകളിൽ നിന്ന് നേരിട്ട് പണം തട്ടിയെടുത്തത്. എറണാകുളം റൂറൽ മേഖലയിൽ മാത്രം 800 പരാതികളിൽ 15 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഇന്ന് രാവിലെ വിശദമായ ചോദ്യം DIG എറണാകുളം റേഞ്ച് സതീഷ് ബിനു സാറിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ജസ്റ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരുന്നു. നമ്മുടെ ഇത് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ബാക്കിയെല്ലാം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. ഈ സമയത്ത് കൂടുതൽ പറയാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനിൽ ബാധിതാവും. അനന്തുവിന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ CSR തുക എത്തിയിട്ടില്ലെന്നാണ് പോലീസ് നിഗമനം. കമ്പനികളുമായി ബന്ധപ്പെടാൻ വേണ്ടിയാണ് അനന്തകുമാറിനെ സമീപിച്ചതെന്നും അനന്തു കൃഷ്ണൻ പോലീസിനോട് പറഞ്ഞു. തട്ടിപ്പിന് പിന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന പോലീസ് വിലയിരുത്തൽ. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്താൽ ഉന്നത രാഷ്ട്രീയ നേതാക്കളെ അടക്കം ചോദ്യം ചെയ്യും. കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി.